കൂട്ടുകാരെ, ഇന്ന് ഒരു ഹിഡൻ പ്ലേസ് എന്നാണ് എൻ്റെ തോന്നൽ. പലർക്കും അറിയായിരിക്കും, എങ്കിലും എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. ഇത് നമ്മുടെ കളമശ്ശേരി NAD ജംഗ്ഷൻ കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഇത് റൈറ്റ് സൈഡിൽ കാക്കനാടേക്കുള്ള ഒരു സിഗ്നലും ഇത് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ ഒരു ശബരിമല എന്നൊക്കെ എഴുതി വെച്ചൊരു ബോർഡും കാണാം. അതിൻ്റെ സൈഡിൽ ഇത് ഒരു പറമ്പ് ഇങ്ങനെ കിടക്കണം, ഒരു റോഡൊക്കെ. ആരും ശ്രദ്ധിക്കില്ല കേട്ടോ. ഏതാണ്ട് ഒരു പറമ്പ് ഏതാണ്ട് മുഷിച്ച് നാറിയ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ തോന്നും. പക്ഷേ ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിശാലമായൊരു സ്ഥലത്തേക്കാണ്. അതെ, പണി തീരാത്ത 2 ലൈൻ റോഡുകൾ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഇതികൂടെ പോകുമ്പോഴേ ഇങ്ങനെ വയലിൽ കൂടെ 110 kV ഒക്കെ വലിച്ച സ്ഥലങ്ങളും കുറേ പോത്തുകൾ പുല്ലിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ പുല്ലുകൾ തിന്നുന്നു. അങ്ങനെ ഒരു മനോഹരമായ ഒരു കാഴ്ച എന്നൊക്കെ പറയാം. പക്ഷേ ചെന്നപ്പെടുന്നത് നോ എൻട്രി എന്ന് ചോദിച്ച റോഡുകളുടെ അടുത്തേക്കാണ്. 2 ലൈൻ റോഡുകളാണ്. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ 2 ലൈൻ റോഡുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അറിയാവുന്നവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാനിത് ആദ്യമായിട്ട് കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. കുറച്ചകത്തേക്ക് ഇങ്ങനെ നമുക്ക് പോകാനുണ്ട്. ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ഉണ്ട് ഇത്. അപ്പോൾ ചുറ്റും ഇങ്ങനെ കുറേ പച്ചപ്പും ഹരിതാപും പഴയ പാടങ്ങളും ഒക്കെ ഉണ്ട്. ഈ റോഡുകൾ എനിക്കുള്ള സീപോർട്ട് എയർപോർട്ട് റോഡുകളൊക്കെ ആവാം. അത് പല സ്ഥലത്തും ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി വലിയ വലിയ ഇങ്ങനെ പണിതിട്ടിരിക്കുന്നു. കുറച്ചുകൂടി കഴിഞ്ഞ് ഇതൊക്കെ ജോയിൻ്റ് ആവും, വലിയ വലിയ റോഡുകളാവും. ഇതെങ്ങനെയാവും എന്താവുമെന്ന് നമുക്ക് ഐഡിയ ഇല്ല. എങ്കിലും ഇതാവുന്നവരെയൊക്കെ ഇവിടെ ഇരിക്കാനും ഒരു ചായ കുടിക്കാനും സ്വല പറഞ്ഞിരിക്കാനൊക്കെ നമുക്ക് ഇവിടെ സൗകര്യം സമയമൊക്കെ ഉണ്ട്. ഈ ഏതാണ്ട് ഇത് ഇവിടെ തീർന്നു, ഇവിടെ ഉള്ളു. ബാക്കി അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നതാവും. ചുറ്റും ദേ പച്ചപ്പും ഹരിതാവും. കൊച്ചിയിലൊക്കെ ഇങ്ങനെ കാണുകയെന്ന് തന്നെ വലിയൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് എന്തിനാണ് പല റോഡിൻ്റെ അപ്രോച്ചായിട്ട് വന്ന റോഡായിരിക്കും. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇത്ര ഒരു 1.5 കിലോമീറ്റർ പണിതിട്ടേക്കാണ്. ഇവിടെ വൈകുന്നേരം കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ആൾക്കാർ ഇവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി നല്ല കാണാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വൈകുന്നേരം വരാം. നമുക്ക് കുറച്ചുകൂടെയും അവിടെയുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട്. ആ കടകളൊക്കെ ഉണ്ട്. ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ വരിക, നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യുക. ആ പറഞ്ഞ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്ന് വരുന്ന ഒരു സ്ഥലം തീർച്ചയായും എൻ്റർടൈൻമെൻ്റാണ് അല്ലടാ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നല്ല രസമൊക്കെ കേട്ടോ. വൈകുന്നേരം സമയമാകുമ്പോൾ വെയിലൊക്കെ ഒന്ന് കുറയുമ്പോഴേക്കും നമുക്കിതൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനും ഒക്കെ ഒരു ഭംഗിയുണ്ട്. കാര്യം പാടവും വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ദേ പായലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്കൂടെ പോകാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടൗണൊക്കെ പോലുണ്ട്. അപ്പുറത്തെ റോഡുകൾ ടൗണൊക്കെ ഉണ്ട്. കുറേ പിള്ളേരും ആൾക്കാരൊക്കെ വന്ന് ഇവിടെ കൂടുണ്ട്. നമുക്കൊരു ചായ കുടിക്കാം. അപ്പോൾ നല്ലൊരു ചായക്കട കണ്ടു. ആ ചായക്കടയിൽ പതുക്കെ നോക്കുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരിക്കുന്നത്. പിള്ളേരാണ്, യൂത്താണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഒരു ചായക്കട, അത്യാവശ്യം തിരക്കുള്ളൊരു ചായക്കട ഉണ്ട്. നമുക്കൊന്ന് അവിടെ കയറി ചായ കുടിച്ച് കളയാം. ടീ കഫേ, ടീ, സ്നാക്സ്, ബൂസ്റ്റ്, ജ്യൂസ്. ഇതിൻ്റെ അത്യാവശ്യം ഇവിടെ ആളും ബഹളമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ ഇരിക്കണുണ്ടോ. കട്ടികൾ, നല്ല ചായ. അപ്പോൾ 2 ചായ ഞങ്ങൾ പറഞ്ഞിട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. ഫാമിലീസും കുട്ടികളും ഒക്കെ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. തിരക്കിന്നൊക്കെ ഒന്ന് മാറി ഒരു ചായയും കടിയൊക്കെ തിന്ന് റിഫ്രഷ് ആയിട്ടാണ് പോവാം. അതിന് പറ്റിയൊരു ഇടം. യൂത്തുകളൊക്കെ വന്ന് നല്ല എൻജോയ്മെൻ്റാണ്. വൈകുന്നേരം നല്ല രസമാണ് വന്നിരിക്കാനേ. നല്ല കാറ്റുണ്ട്, സൗകര്യമുണ്ട്. പിന്നെ വെയിലൊക്കെ ആറോ വന്നിട്ട് വൈകുന്നേരം വന്നിരിക്കുമ്പോൾ പറ്റുള്ളൂ. വെയിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഈ സ്പോട്ടും അങ്ങനെ പിള്ളേരുടെ കയ്യിൽ ഏരിയ ആയിട്ടുണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല ആംബിയൻസാണ്. ഏതായാലും സീപോർട്ട് എയർപോർട്ട് ഇപ്പോൾ ജോയിൻ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷെ അതുവരെ എൻജോയ് ചെയ്യാം.